ഈ പെൺകുട്ടിയുടെ പേര് വെർജീനിയ ഗ്യൂഫ്രെ ആണ്. ഒരു വലിയ വിവാദം കാരണം അവൾ ബ്രിട്ടൻ മുഴുവൻ പ്രശസ്തയായി. ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ധനികനായ ജെഫ്രി എപ്സ്റ്റൈനെതിരായ വലിയ കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളായി അവൾ മാറി. ഒരു കൗമാരക്കാരിയെ പീഡിപ്പിക്കുകയും മനുഷ്യക്കടത്ത് നടത്തുകയും ചെയ്തുവെന്ന ആരോപണങ്ങളാണ് എപ്സ്റ്റൈനെതിരെ ഉയർന്നത്. വെർജീനിയ പറഞ്ഞത് താൻ 17 വയസ്സുള്ളപ്പോൾ ആ വ്യാപാരി തന്നെ അടിമത്തത്തിലാക്കി ലോകത്തിന്റെ മറുവശത്തേക്ക് അയച്ച് ഇന്നത്തെ UK രാജാവായ ചാൾസ് മൂന്നാമന്റെ ഇളയ സഹോദരനെ സന്തോഷിപ്പിക്കാൻ നിർബന്ധിച്ചുവെന്നാണ്. സമീപകാലങ്ങളിൽ രാജകുടുംബത്തിലെ ആളുകൾ ഈ വ്യക്തിയുടെ പേര് പോലും തുറന്നു പറയാതെയായി. ചാൾസ് പോലും അദ്ദേഹത്തെ മന്ദിരത്തിൽ നിന്ന് പുറത്താക്കാനും ധനസഹായം നിർത്താനും ശ്രമിച്ചു. എന്നാൽ രാജാവിനെ ഇത്രയും അസ്വസ്ഥനാക്കാൻ അദ്ദേഹം എന്താണ് ചെയ്തത്? വിൻസർ കുടുംബത്തിന് വിവാദങ്ങൾ പുതുമയല്ല. പ്രിൻസ് ആൻഡ്രൂ എന്നത് ക്വീൻ എലിസബത്ത് സെക്കൻഡും ഭർത്താവായ പ്രിൻസ് ഫിലിപ്പിന്റെയും മധ്യപുത്രനാണ്. നിലവിലെ രാജാവായ ചാൾസ് മൂന്നാമനേക്കാൾ 12 വയസ്സ് ഇളയവനാണ് അദ്ദേഹം. കൊട്ടാരത്തിൽ സന്തോഷകരമായ ബാല്യം അദ്ദേഹം അനുഭവിച്ചു. പിന്നീട് സൈന്യത്തിലേക്ക് അയച്ചു. എല്ലാ രാജകുടുംബ കുട്ടികളും സേവനം നിർബന്ധമാണ്. ആൻഡ്രൂ നേവിയിൽ ചേർന്നു. ഉടൻ തന്നെ ബ്രിട്ടനും അർജന്റീനയും തമ്മിലുള്ള ഫാക്ലൻഡ് ദ്വീപുകളിലെ സംഘർഷത്തിന്റെ നടുക്കിലേക്ക് അദ്ദേഹം എത്തി. ഇന്ന് ഫാക്ലൻഡ്സ് ഭൂമിയിലെ ഏറ്റവും മനോഹരവും സമാധാനപരവുമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. അവിടെ പെൻഗ്വിൻ കോളനികളും കടുത്ത വടക്കൻ പ്രകൃതിയും കാണാം. എന്നാൽ ആൻഡ്രൂവിന്റെ ഓർമ്മയിൽ അത് ഭൂമിയിലെ ഏറ്റവും മോശം സ്ഥലമായിരുന്നു. യുദ്ധകാലത്ത് അദ്ദേഹം നിരവധി പോരാട്ട പറക്കലുകളിൽ പങ്കെടുത്തു. അത്തരത്തിലുള്ള സേവനത്തിന് ശേഷം താൻ വിയർക്കാൻ പോലും മറന്നുപോയെന്ന് അദ്ദേഹം തമാശയായി പറഞ്ഞിരുന്നു. യുദ്ധത്തിൽ അത്രയും പേടിച്ചിരുന്നുവെന്നാണ് അർത്ഥം. 1986 അദ്ദേഹം ലേഡി ഡയാനയുടെ സുഹൃത്തായ സാറ ഫെർഗ്യൂസനെ വിവാഹം ചെയ്തു. ക്വീൻ എലിസബത്ത് അതിലേറെ സന്തോഷിച്ചു. ഇതിന്റെ ഫലമായി ഈ ദമ്പതികൾ ചില വർഷങ്ങൾ രാജകുടുംബത്തെ ടാബ്ലോയിഡുകളുടെ പ്രധാന വാർത്തയാക്കി. വ്യാപാരി എപ്സ്റ്റൈനിന്റെ വലിയ കേസിൽ സാറയുടെ പേര് പലവട്ടം ഉയർന്നു. വെർജീനിയ ഗ്യൂഫ്രെയുടെ ആരോപണ പ്രകാരം തന്നെ നേരിട്ട് പ്രിൻസ് ആൻഡ്രൂവിന്റെ കൈകളിലേക്ക് അയച്ചത് ഇതേ വ്യക്തിയാണ്. കോടതിയിൽ രാജാവിന്റെ സഹോദരൻ താൻ ജീവിതത്തിൽ വെർജീനിയയെ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് ഉറച്ചു പറഞ്ഞു. തുടർന്ന് അവൾ പ്രധാന തെളിവ് അവതരിപ്പിച്ചു. എപ്സ്റ്റൈന്റെ വീട്ടിൽ അവർ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ. അവരുടെ സമീപത്ത് മനുഷ്യക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ധനികനായ സുഹൃത്തായ ഗിസ്ലെയ്ൻ മാക്സ്വെലും ഉണ്ടായിരുന്നു. അതിനുശേഷം കേസ് ഒളിപ്പിക്കാൻ വഴിയില്ലാതെയായി. മാധ്യമങ്ങൾ ഉടൻ തന്നെ പ്രിൻസ് ആൻഡ്രൂവിന്റെ അപകടകരമായ ബന്ധങ്ങളും ഇഷ്ടങ്ങളും പുറത്തെടുത്തു. രാജകുടുംബത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി ആൻഡ്രൂ തന്റെ പദവി ഉപയോഗിച്ച് നിയമപരമല്ലാത്ത ചില ഇടപാടുകൾ നടത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഓഫ്ഷോർ പദ്ധതി വെളിപ്പെടുത്തി. വിവാദം പിന്നീട് ശമിപ്പിച്ചെങ്കിലും അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെയും നിക്ഷേപത്തിന്റെയും UK പ്രത്യേക പ്രതിനിധി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കി. എന്നാൽ എപ്സ്റ്റൈൻ കേസ് നിശബ്ദമായി കൈകാര്യം ചെയ്യാനായില്ല. 2019 എപ്സ്റ്റൈൻ അറസ്റ്റിലായതും പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒരു നാൾ കണ്ടെത്തപ്പെടുമെന്നത് വ്യക്തമായി. ഒരിക്കലും വിശദീകരിക്കരുത്, ഒരിക്കലും പരാതിപ്പെടരുത്. ക്വീൻ എലിസബത്ത് സെക്കൻഡ് നിർദ്ദേശിച്ച ഈ നിയമം രാജകുടുംബം പതിറ്റാണ്ടുകളോളം പിന്തുടർന്നു. എന്നാൽ ഈ തവണ പ്രിൻസ് ആൻഡ്രൂ ഈ പതിവ് ലംഘിച്ച് വലിയ TV അഭിമുഖം നൽകി. എന്നാൽ കാര്യങ്ങൾ പദ്ധതി പ്രകാരം പോയില്ല. ആ അഭിമുഖം വലിയ സ്ഫോടനമായിരുന്നു. പക്ഷേ അത് പ്രിൻസ് പ്രതീക്ഷിച്ചതുപോലെ ഫലമുണ്ടാക്കിയില്ല. ബ്രിട്ടീഷ് ജനങ്ങൾ ആൻഡ്രൂവിന്റെ നിരപരാധിത്വം വിശ്വസിച്ചില്ല. 1 മണിക്കൂർ നീണ്ട സംഭാഷണത്തിൽ അദ്ദേഹം ഒരിക്കൽ പോലും ഇരകളോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചില്ലെന്നതും അവർ ശ്രദ്ധിച്ചു. ഫലമായി ആൻഡ്രൂ രാജകുടുംബത്തിൽ അനാവശ്യ വ്യക്തിയായി മാറി. ഔദ്യോഗിക പരിപാടികളിലേക്ക് ഇനി ക്ഷണിക്കപ്പെടാതെ വെള്ള ടേബിൾ ക്ലോത്തിലെ ഒരു പാട് പോലെ മറച്ചുവെക്കപ്പെട്ടു. എന്നാൽ ഈ വർഷം ഏപ്രിലിൽ വെർജീനിയ ഗ്യൂഫ്രെ മരിച്ചു. അവൾ ആത്മഹത്യ ചെയ്തുവെന്നാണ് വിശ്വാസം. സ്ഥലത്തെത്തിയ പോലീസ് വീട്ടിൽ അസാധാരണമായ ഒന്നും കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ അതിന് ചില മാസം മുൻപ് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് താൻ ആത്മഹത്യ ചെയ്യാനുള്ള ചിന്തകൾ ഒന്നുമില്ലെന്ന് രേഖപ്പെടുത്തിയ ഒരു കുറിപ്പ് അവൾ സഹോദരനായി അയച്ചിരുന്നു. ആത്മഹത്യയോ അതോ ഇരയോ? ഇതിനെക്കുറിച്ച് ബ്രിട്ടനിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ്. പലരും രാജകുടുംബത്തിന് ഇതുമായി ബന്ധമില്ലെന്നാണ് ഉറപ്പിക്കുന്നത്. മാർച്ചിന്റെ അവസാനം വെർജീനിയ ഒരു സ്കൂൾ ബസ്സുമായി ഉണ്ടായ ഗുരുതര വാഹനാപകടത്തിൽപ്പെട്ടു. ഡോക്ടർമാർ മോശം പ്രവചനം നൽകി കുടുംബത്തോട് വിട പറയാൻ ഉപദേശിച്ചു. തനിക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുകയുള്ളൂവെന്ന് അവൾ തന്നെ ഓൺലൈനിൽ എഴുതിയിരുന്നു.